ദൈവനാമത്തിന് ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ഈ ബൈബിൾ സ്റ്റഡിയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം ഒരു അവസരം തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ ദൈവത്തെ അറിയുക എന്നുള്ള വിഷയത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ നേച്ചർ, പിന്നെ അതുപോലെ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്, സവിശേഷതകളെ കുറിച്ചൊക്കെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിയിൽ ഡിസ്കസ് ചെയ്തു. എന്നാൽ ആ ബൈബിൾ സ്റ്റഡിയിലുള്ള ദൈവത്തിൻ്റെ സവിശേഷതകളെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ആ ഒരു ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തില്ല. അത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ളതാണ്. മറ്റുള്ള എല്ലാ സ്വഭാവങ്ങളെക്കാളും ഏറ്റവും ഉയർന്ന തലത്തിൽ കാണപ്പെടുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്വഭാവം ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്. എന്നാൽ ആ ഒരു ബൈബിൾ സ്റ്റഡിയിൽ അത് ഉൾപ്പെടുത്താതിരുന്നത്, അതിനെക്കുറിച്ച് തന്നെ പ്രത്യേകമായിട്ടൊരു ബൈബിൾ സ്റ്റഡി അറേഞ്ച് തരേണ്ടതായിട്ടുണ്ട്. അത് ഇന്നുള്ള ഈ ബൈബിൾ സ്റ്റഡി, ഇപ്പോൾ നടക്കുന്ന ഈ ബൈബിൾ സ്റ്റഡിക്ക് ശേഷം, അതിനുശേഷം അത് ചെയ്യാമെന്നാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഓക്കെ, സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ബൈബിൾ സ്റ്റഡി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബൈബിൾ സ്റ്റഡി ബേസിക്കലി അത് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തെ കുറിച്ചാണ്, അല്ലെന്നുണ്ടെങ്കിൽ സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയുന്ന മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഈ അധ്യായങ്ങളിൽ നിന്നുള്ള സ്റ്റഡീസിനെ കുറിച്ചാണ്. അതിൻ്റെ മഹത്വം, അതിൻ്റെ പ്രാധാന്യം ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, സഭയെ സംബന്ധിച്ചിടത്തോളം അത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതായതുകൊണ്ട് അതിന് ആ ഒരു ബൈബിൾ സ്റ്റഡിയാണ് നമ്മളിപ്പോൾ ഈ ബൈബിൾ സ്റ്റഡിയിൽ കൂടെ തരുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ബൈബിൾ സ്റ്റഡി തുടങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്തിനാണ് ഈ ബൈബിൾ സ്റ്റഡി നടത്തുന്നത്? ഓക്കെ, ഞാനിരുന്ന് ആലോചിച്ചപ്പോൾ ചില കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ദൈവം തന്ന കാര്യങ്ങൾ, ഈ ബൈബിൾ സ്റ്റഡി കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കണം. കാരണം ഇത് അറിയിക്കുന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല. കാരണം നിങ്ങൾ അറിയണം നമ്മൾ എന്തിനാണ് ഈ ബൈബിൾ സ്റ്റഡി നടത്തുന്നതെന്ന്. ഇതിന് പല ഉദ്ദേശങ്ങളുണ്ടാകാം. പക്ഷേ നമ്മൾ നടത്തുന്ന ഈ ബൈബിൾ സ്റ്റഡിയുടെ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന ഈ തുടർന്ന് പറയുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ബേസിക്കലി നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ദൈവിക കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നല്ലപോലെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. അത് കഴിയുമെങ്കിൽ ഈ ബൈബിൾ സ്റ്റഡി മുഖാന്തരം ദൈവമക്കൾക്ക് എല്ലാവർക്കും പ്രയോജനമാകട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ബൈബിൾ സ്റ്റഡി തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ ഇതേ സബ്ജക്റ്റ് തന്നെ എടുത്തിരിക്കുന്നത്, ദൈവത്തെ അറിയുക. അതിനുവേണ്ടി നമ്മൾ എടുത്തത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അതായത് ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്ന വാക്യത്തെ ആധാരമാക്കി നമ്മൾ പല കാര്യങ്ങളും അതിൽ പഠിച്ചു. അത് ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിച്ചു, ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ചൊക്കെ പഠിച്ചു. അങ്ങനെയും ദൈവത്തെ നമ്മൾ അറിയാൻ ശ്രമിച്ചു. അതിലാണ് നമ്മളൊരു പ്രധാനപ്പെട്ട ക്വാളിറ്റി, നമ്മളത് പിന്നെ ഡിസ്കസ് ചെയ്യാം, നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഈ സ്റ്റഡിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ദൈവത്തിന്റെ പ്ലാൻസിനെ കുറിച്ച്. ദൈവം എന്താണ് ആക്ച്വലി ഈ ക്രിയേഷൻ കൊണ്ടും നമ്മളെ ദൈവം വിളിച്ചതിൻ്റെ ഒക്കെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം എന്താണ്, ദൈവത്തിന്റെ പദ്ധതികളാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി വചനത്തിലൂടെ ദൈവം ആ കാര്യങ്ങള് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ശരിയായിട്ടുള്ള ഉദ്ദേശം എന്താണ്, പ്ലാൻ എന്താണ്. കാരണം അത് അറിഞ്ഞാൽ മാത്രമേ അതനുസരിച്ച് നമുക്ക് ദൈവത്തിന്റെ ആ ഉദ്ദേശത്തോട് നമുക്ക് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് അറിയണം. അപ്പൊ ഈ ബൈബിൾ സ്റ്റഡിയിൽ കൂടെ ആ രണ്ടാമത്തെ ഉദ്ദേശമായിട്ട് അതാണ്. മൂന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ചാണ്. ദൈവത്തിന്റെ പദ്ധതികൾ എന്ന് പറയുന്നത്, ഉദ്ദേശം എന്ന് പറയുന്നത് ഏകദേശമൊക്കെ ഒന്നാണ്. എന്നാൽ ഇവിടെ ഉദ്ദേശം ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതിന്റെ അർത്ഥം, അതായത് എന്താണ് ആക്ച്വലി ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവം ഉദ്ദേശിക്കുന്നത്. കാരണം ദൈവത്തിന് ബേസിക്കലി ആവശ്യം ദൈവത്തിന് ഫെലോഷിപ്പാണ്, ദൈവത്തിന് കൂട്ടായ്മയാണ്. കാരണം ദൈവം സ്നേഹമാണ്. ദൈവം കൂട്ടായ്മ ഇല്ലാതെ ദൈവത്തിനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ തൻ്റെ സ്വഭാവത്തിലും രൂപത്തിലും സാദൃശ്യത്തിലും ഒക്കെ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ തന്നെ ദൈവിക സ്വഭാവങ്ങൾ നമ്മളിലേക്കാണ് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്കും ഏകനായിട്ടിരിക്കുന്നത് നല്ല അല്ലെന്ന് തുടക്കത്തിൽ തന്നെ ദൈവത്തിന് തോന്നി നമുക്ക് വേണ്ടിയിട്ടൊരു തക്ക തുണയെ ദൈവം ഉണ്ടാക്കി തന്നത്.
നമുക്കും ഇപ്പോഴും അറിയാം, നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമുക്ക് മറ്റു ജനങ്ങളുമായിട്ട്, മറ്റു ആൾക്കാരുമായിട്ട്, നമ്മളെപ്പോലുള്ളവരുമായിട്ട് സഹകരിച്ചും സ്നേഹിച്ചും ഒക്കെ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെതായിട്ടുള്ള രൂപത്തിലും സാദൃശ്യത്തിലും സ്വഭാവത്തിലും സാദൃശ്യത്തിലും ഒക്കെ. അങ്ങനെ ദൈവത്തിന് കൂട്ടായ്മ ആചരിക്കുവാനും, ദൈവത്തിന് മനസ്സ് പങ്കിടുവാനും, ദൈവത്തിന്റെ പദ്ധതികൾ ഡിസ്കസ് ചെയ്യാനും, ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കാനും ഒക്കെ ദൈവത്തിന്റെ തന്നെ രീതിയിലുള്ള ഒരു ആൾക്കാരെ വേണം. അങ്ങനെയുള്ള സൃഷ്ടികൾ വേണം. അതിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ ആ ഒരു ഉദ്ദേശത്തിലേക്ക്, ആ ദൈവിക ഉദ്ദേശങ്ങളെ കുറിച്ച് നമ്മൾ ഈ സ്റ്റഡിയിലൂടെ കുറച്ച് കവറപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. ഇനി നാലാമത്തെ കാര്യം, ദൈവത്തിന്റെ മനസ്സിനെ അറിയുക. ദൈവത്തിന്റെ മനസ്സിനെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആഗ്രഹങ്ങളെ അറിയുക, ലക്ഷ്യങ്ങളെ അറിയുക, ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ അറിയുക, ദൈവത്തിന്റെ അനിഷ്ടങ്ങളെ അറിയുക. ഇതൊക്കെ എന്തിനാണ് അറിയുന്നതെന്ന് പറഞ്ഞാൽ, ഇതറിഞ്ഞെങ്കിൽ മാത്രമേ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വചനം അതെന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ വചനത്തിന്റെ പുറമെയുള്ള അക്ഷരത്തെ മാത്രം കണ്ടിട്ട് നമ്മൾ അതിൽ കൂടെ നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്ന ഓരോ വചനത്തിലും ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഹൃദയമുണ്ട്. ആ ഹൃദയം എന്ന് പറയുന്നത് അതിന്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, അക്ഷരമോ കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. പുറമേയുള്ളതല്ല കാണേണ്ടത്, അതിൽ കൂടെ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തെന്ന്, അതിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് എന്തെന്ന്, അതിന്റെ ആശയം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനായിട്ടാണ് നമ്മൾ ഈ ബൈബിൾ സ്റ്റഡിയിൽ കൂടെ ഒക്കെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ മനസ്സിനെ അറിയുക. പിന്നെ അതുപോലെ ദൈവ സ്വഭാവത്തെ അറിയുക. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. കാരണം ദൈവ സ്വഭാവത്തെ അറിയാതെ നമ്മള് ആത്മജീവൻ നയിച്ചുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ എന്തായി തീരണം എന്നൊക്കെ ദൈവത്തിന്റെ സ്വഭാവം അറിഞ്ഞെങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധനാകണം. എന്തിനാ നമ്മൾ അങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത്? കാരണം നമ്മൾ ദൈവത്തിന്റെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ കൂടെ ദൈവത്തിന്റെ ഭവനത്തിലേക്കാണ് പോകുന്നത്. ദൈവം ഒരുക്കുന്ന ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ നമ്മളുടെ രീതിയിൽ ദൈവം വരാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെയോ ദൈവത്തിന്റെ രീതിയിൽ നമ്മളായിത്തീരണം. അതുകൊണ്ട് നമ്മൾ എന്തറിയണം? ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ, ദൈവത്തിന്റെ സ്വഭാവങ്ങൾ, ദൈവത്തിന്റെ രീതികൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് ദൈവത്തിന്റെ സ്വഭാവത്തെ നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് വേണം അതിനനുസരിച്ച് നമ്മൾ മാറുവാൻ നമ്മൾ ഇവിടെ വെച്ച് തന്നെ ശ്രമിക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിന്റെ സ്വഭാവത്തെ അറിയുക. പിന്നെ അതുപോലെ ദൈവത്തിന്റെ നിയമങ്ങൾ അറിയണം. ദൈവത്തെ അറിയാമല്ലോ, ദൈവത്തിന്റെ നിയമങ്ങൾ. കാരണം ദൈവം വളരെ നീതിമാനാണ്, അല്ലെ? ദൈവം എല്ലാം സത്യമായിട്ടും വിശ്വസ്തയോടെയും നിയമം അനുസരിച്ചും ദൈവം നീതിമാനായിട്ടുള്ള ദൈവമാണ്. ദൈവത്തിന്റെ നിയമങ്ങളെല്ലാം അതിനനുസരിച്ച് മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന സ്വർഗത്തിലേക്ക് പോകുന്ന നമ്മളും, നിത്യതയിലേക്ക് ദൈവത്തിലൂടെ ആയിരിക്കാൻ പോകുന്ന നമ്മളും അതുപോലെ ആ നിയമങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അതനുസരിച്ച് നമ്മളും ആ രീതിയിൽ നീതിമാന്മാരാകണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് അറിയണം. അതാണ് ദൈവത്തിന്റെ നിയമങ്ങൾ അറിയുക. പിന്നെ ഏഴാമത്തെ ഈ ബൈബിൾ സ്റ്റഡിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇത് കേൾക്കുന്ന എല്ലാവരും നിത്യതയ്ക്കായിട്ട് നിങ്ങളുടെ ഒരുക്കത്തിനായിട്ട് ഈ ബൈബിൾ സ്റ്റഡി നിങ്ങൾക്ക് ഉപകാരപ്പെടണം. ഓക്കെ, നിങ്ങളെ എങ്ങനെ നിത്യതയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കാം എന്നുള്ള കാര്യത്തിൽ ഈ ബൈബിൾ സ്റ്റഡി നിങ്ങൾക്ക് ഉപകരിക്കുമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നമ്മളുടെ ഈ ബൈബിൾ സ്റ്റഡി കൊണ്ടുള്ള ഉദ്യമം ശ്രേഷ്ഠമാകും, അത് പ്രയോജനപ്പെട്ടതാകും. അതിനെ ഞാൻ ദൈവത്തിന് ഏറ്റവും നന്ദിയും കയറ്റുന്നു. കാരണം ഇത് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ നിത്യതയിലേക്കുള്ള നമ്മുടെ ഒരുക്കത്തിന് ഈ ബൈബിൾ സ്റ്റഡി ഉപകാരപ്പെടണം. അതാണ് ഈ ബൈബിൾ സ്റ്റഡിയുടെ പിന്നിലുള്ള മറ്റൊരു ഉദ്ദേശം. പിന്നെ അതുപോലെ നമുക്കറിയാമല്ലോ, നിത്യതയിൽ നമുക്ക് വളരെയേറെ പ്രതിഫലങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രതിഫലങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്, ദൈവരാജ്യത്തിൽ നമുക്ക് പല റെസ്പോൺസിബിലിറ്റീസ് ദൈവത്തിന് തരേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന്റെ കൂടെ ചേർന്ന് നമുക്ക് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെ പല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ദൈവം ഇപ്പോൾ തന്നെ നമ്മളെക്കുറിച്ച് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് നമ്മുടെ പിന്നാലെ ദൈവത്തിന്റെ ദൂതന്മാരെയും അയച്ചിട്ടുണ്ട്. ദൈവം സ്വർഗത്തിൽ നമ്മളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ ദൈവം നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും നമ്മൾ എങ്ങനെയുള്ള ആളാണ്, നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്, നമ്മുടെ മനസ്സിന്റെ താല്പര്യങ്ങൾ എങ്ങനെയാണ്, നമ്മൾ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്, നമ്മുടെ കൺസേൺസ് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ദൈവം നോക്കുന്നുണ്ട്. സ്വർഗരാജ്യത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ നമ്മൾ കൺസേൺഡ് ആണോ,
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി നമ്മുടെ ആത്മാവിന്റെ സ്വഭാവത്തെ കണ്ടുകൊണ്ടാണ് ദൈവം നമ്മൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ സ്വർഗത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് റിവാർഡ്സ് എന്ന് പറയുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോൾ കർത്താവിന്റെ സിംഹാസന മുൻപിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ഈ റിവാർഡ്സ് നമുക്ക് കിട്ടും. നമുക്ക് അത് നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ടും നമ്മുടെ ജോബായിട്ടും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടും ഒക്കെ ആ റിവാർഡ് വരും. അപ്പൊ അതിൽ ഈ സ്റ്റഡി നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു റിവാർഡ് നിങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പ്രയോജനപ്പെടണം എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഈ ബൈബിൾ സ്റ്റഡി നടത്തുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സ്വർഗീയ നിക്ഷേപങ്ങൾ കർത്താവ് പറഞ്ഞല്ലോ, ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ സ്വരൂപിക്കരുത്, നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കേണ്ടത് എവിടെയാണ്? സ്വർഗത്തിലാണ്. അതിന്റെ പ്രത്യേകതകളും മത്തയുടെ സുവിശേഷത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 5-ാം അധ്യായത്തിലോ 6-ാം അധ്യായത്തിലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ആ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ ആവശ്യം ഉള്ളത് കൊണ്ടാണല്ലോ അവിടെ നിക്ഷേപിക്കണമെന്ന് പറഞ്ഞത്. ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ പറയത്തില്ലല്ലോ. കാരണം ദൈവം ഒരിക്കലും ഭോഷ്ക് പറയത്തില്ല, വേണ്ടാത്തൊന്നും ഭോഷ്ക് പറയത്തില്ല. ഇപ്പൊ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ ആവശ്യമുണ്ട്, അവിടെ ധനത്തിന്റെ ആവശ്യമുണ്ട്, സ്വർഗീയ ധനത്തിന്റെ ആവശ്യമുണ്ട്. എങ്ങനെ ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം സ്വരൂപിക്കാം? എങ്ങനെ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ റിച്ച് ആയിട്ട് അവിടെ ചെല്ലാം, നിങ്ങൾ ധനികനായിട്ട് അവിടെ ചെല്ലാം, സ്വർഗീയമായിട്ട് ധനികരായിട്ട് എങ്ങനെ അവിടെ എത്താം? ഈ കാര്യങ്ങളും ഈ ബൈബിൾ സ്റ്റഡിയിൽ മുഖ്യമായിട്ട് ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അത് പ്രധാനമായിട്ടുള്ളത് നമ്മൾ എങ്ങനെ നിത്യതയ്ക്കായിട്ട് ഒരുങ്ങണം. എല്ലാവരും ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ 10 കന്യമാരിൽ നഷ്ടപ്പെട്ടു പോയ 5 കന്യമാരെ പോലെ നമ്മൾ ആരുമാകാതിരിക്കാനും, രണ്ടാമത് നമുക്ക് ശ്രേഷ്ഠമായ പ്രതിഫലങ്ങൾ, ശ്രേഷ്ഠമായ സ്റ്റാറ്റസ് എങ്ങനെ നമുക്ക് സ്വർഗത്തിൽ പ്രാപിക്കാമെന്നും, മൂന്നാമത് സ്വർഗത്തിൽ നമ്മൾ എങ്ങനെ ധനികനായിട്ട് നമുക്ക് അവിടെ എത്തിച്ചേരാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ കവർ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അടുത്തത് 9-ാമത്തെ ഈ സ്റ്റഡിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിന്റെ വ്യവസ്ഥകൾ അത് നമ്മൾ അറിയണം. ഇപ്പൊ നമ്മൾ ഏതൊരു രാജ്യത്ത് പോവുകയാണെങ്കിലും പോകുന്നതിന് മുമ്പ് ആ രാജ്യത്തിന്റെ നിയമങ്ങളും വ്യവസ്ഥകളും അവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട നിയമവശങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ബൈബിളിൽ കൂടെ ദൈവം സ്വർഗത്തിലെ പല വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്, അത് നിയമങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതൊക്കെ മനസ്സിലാക്കി നമ്മൾ അവിടേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ബൈബിൾ സ്റ്റഡി കൂടി കഴിയുന്നത്രയും അതൊക്കെയും കവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ അവസാനമായിട്ട് എന്നാൽ അത് ഏറ്റവും പ്രധാനമുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ നമ്മുടെ വേദപുസ്തകത്തിനകത്ത് പല വാക്യങ്ങളിൽ മത്തയുടെ നമ്മുടെ സുവിശേഷങ്ങളിലും ഒക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട തരത്തിലുള്ള ഒരു വാക്യമുണ്ട്, വല്ല വാചകമുണ്ട് ദൈവം ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉപദേശങ്ങൾ കാണുന്നത്. ഇന്ന കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ സ്വർഗത്തിന്റെ പടിവാതിൽ കാണില്ല, നിങ്ങൾ സ്വർഗത്തിലെത്തത്തില്ല, നിത്യത്തിലെത്തത്തില്ല എന്നൊക്കെയുള്ള പറയുന്ന പല സ്ഥലങ്ങളുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ആത്മീയമായിട്ട് ജനിച്ചില്ലെങ്കിൽ, പുതുതായിട്ട് ജനിച്ചില്ലെങ്കിൽ, വെള്ളത്താലോ ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക, സ്വർഗജനങ്ങൾക്ക് പടിവാതിൽ കാണത്തില്ല. അതുപോലെ പിന്നെ എന്ത് പറയുന്നത്, ദൈവത്തെക്കാളേറെ മറ്റൊന്നിനെയും സ്നേഹിച്ചാൽ സ്വർഗരാജ്യത്തിന്റെ പടിവാതിൽ കാണത്തില്ല. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇന്ന കാര്യങ്ങൾ അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. ഈ പറ്റത്തില്ല എന്ന് പറയുന്ന ഉപദേശങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ അതെന്ന് പറയുന്നത് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ആണ്. കാരണം നമ്മൾ ആ മിനിമം സ്റ്റാൻഡേർഡിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് മിനിമം സ്റ്റാൻഡേർഡ് എങ്കിലും ഉള്ളത് എവിടൊക്കെയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കാരണം അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ, അതല്ല അതൊരു മിനിമം ക്വാളിഫിക്കേഷനായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പല ഉപദേശങ്ങൾ വേദപുസ്തകമുണ്ട്. അതെല്ലാം ഒന്ന് കവർ ചെയ്യാനായിട്ട് ഈ സ്റ്റഡിയിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ബൈബിൾ സ്റ്റഡിയിൽ കൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്ന ബൈബിൾ സ്റ്റഡിയുടെ പിന്നിലുള്ള ഉദ്ദേശം, മെയിൻ ആയിട്ടുള്ള ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത് സെർമൺ ഓൺ ദ മൗണ്ട് ആണ്, അല്ലെങ്കിൽ കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന 5-6, അതായത് ഗിരിപ്രഭാഷണം. അത് നമുക്ക് അടുത്ത ദിവസം ഇറങ്ങാം. പക്ഷെ ഇതിന്റെ ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിൽ ഒരല്പം കൂടെ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച്, ദൈവത്തിന്റെ അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാൻസിനെ കുറിച്ചാണ്. നിങ്ങളത് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ വചനമൊക്കെ നല്ലപോലെ വായിച്ചിട്ടുള്ളവർ, നമ്മളെല്ലാവരും നമുക്ക് അതിൻ്റെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതൊക്കെയാണ്. പല കാര്യങ്ങളും, മിക്കവാറുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. എന്നാൽ നിങ്ങളോട് ചോദിക്കുന്നത് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻസ് എന്തൊക്കെയാണ്, ദൈവത്തിന്റെ മുഖ്യമായിട്ടുള്ള പ്ലാൻസ് എന്തൊക്കെയാണ്?
പല ഉദ്ദേശങ്ങൾ ദൈവത്തിനുണ്ട്. എന്നാൽ മെയിൻ ആയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കൽ നമ്മൾ അറിയണം ദൈവം ഉദ്ദേശിക്കുന്ന ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻസ് എന്താണ്. അതിനെക്കുറിച്ചാണ് അല്പം ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് നിങ്ങളോട് ഒരു 1-2 വാക്യങ്ങൾ നിങ്ങൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാം ആദ്യം. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനം ആകുന്നു. ഓക്കെ, ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അപ്പൊ ദൈവത്തിനൊരു ഭവനം വേണം. ഭവനം എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ബിൽഡിംഗ് അല്ല, ഒരു സ്ട്രക്ചർ അല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. കാരണം ദൈവത്തിന് സ്ട്രക്ചറിന്റെ ആവശ്യമില്ലല്ലോ. ദൈവം ആത്മാവാണ്. ദൈവം സർവ്വലോകത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാണ് ദൈവം, അല്ലെ? അതിന് പ്രത്യേകമായിട്ടൊരു ശരീരധാരണത്തിന്റെ ആവശ്യമില്ല. വേണമെങ്കിൽ ദൈവത്തിന് ശരീരം എടുക്കുക, അങ്ങനെ ശരീരം എടുത്താണല്ലോ കർത്താവായ യേശു ക്രിസ്തു. അതൊക്കെ ദൈവത്തിനെ കൊണ്ട് പറ്റും. പക്ഷേ ദൈവത്തിന് ഇവിടെ ഉദ്ദേശിക്കുന്ന ഭവനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തന്റെ ഭവനത്തിലെ എന്ത് വേണം? ഭവനത്തിലെ മെമ്പേഴ്സ് വേണം. നമ്മുടെ കുടുംബം എന്ന് പറയുന്ന കുടുംബത്തിലെ അംഗങ്ങളാണ്. അങ്ങനെ ദൈവത്തിൻ്റെതായിട്ടുള്ള ജനം എന്ന് പറഞ്ഞാൽ പോരാ, സ്വന്തമായിട്ടുള്ള ഒരു കുറച്ച് പേര് വേണം. അതാണ് ദൈവത്തിന്റെ ഭവനം. അത് അത്രമാത്രം ഡീപ്പ് ഇന്റിമസി റിലേഷൻ ദൈവത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണല്ലോ നേരത്തെ നമ്മൾ പറഞ്ഞത് ദൈവത്തിന് ഫെലോഷിപ്പ് ആവശ്യമാണെന്ന്. ഫെലോഷിപ്പ് പലതരത്തിലുണ്ട്. പക്ഷെ എന്നാലും ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് കുടുംബത്തിലെ മെമ്പേഴ്സിന്റെ റിലേഷനാണ്. അപ്പൊ അങ്ങനെ ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ നിന്ന് ഫാമിലി മെമ്പേഴ്സ് ആ ഡീപ്പ് റിലേഷനിൽ ദൈവത്തിന് വേണ്ടി ഒരു ഫാമിലി ദൈവത്തിന് വേണം. അതാണ് ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിലൊന്ന്. ദൈവത്തിന് ഒരു ഭവനം പണിയണം. ഓക്കെ, അതിന് പല പല വചനങ്ങൾ അതിനോട് ചേർന്നുള്ളതുണ്ട്. വേണമെങ്കിൽ 1-2 വചനങ്ങൾ വായിക്കാം. ആവർത്തന പുസ്തകം അതിന്റെ 26-ാം അധ്യായം 15-ാം വാക്യം എഴുതിയിരിക്കുന്നത്, നിന്റെ വിശുദ്ധ വാസസ്ഥലമായ നിന്റെ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിന്റെ അത് അനുവദിക്കുന്നതിന്റെ വിശുദ്ധ വാസസ്ഥലമായ സ്വർഗത്തിൽ. അപ്പൊ ദൈവത്തിന്റെ വിശുദ്ധ വാസസ്ഥലം എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാ? വാസസ്ഥലം എന്ന് പറയുന്നതാണല്ലോ ഭവനം. അപ്പൊ അതാണ് സ്വർഗം. അപ്പൊ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞത് സ്വർഗം എന്ന് പറയുന്നത് നമ്മളെ ചേർക്കുന്നതാണെന്ന്. പക്ഷെ ഇവിടെ ഒരു സ്ഥലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആദ്യം നമ്മൾ വായിച്ച ദൈവത്തിനൊരു ഭവനം വേണം, അതിനുള്ള എല്ലാ അംഗങ്ങളെ വേണം എന്നുള്ള രീതിയിലാണ് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം ഒരു ഭവനം പണിയുന്നെന്ന് പറഞ്ഞ്. പക്ഷേ നമ്മളൊക്കെ ശരീരമുള്ളവരാ, അല്ലെ? നമുക്ക് ദൈവം ശരീരം തന്നിട്ടുണ്ട്. നമുക്കും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് പുതിയ ശരീരം കിട്ടും. അപ്പൊ ശരീരമുള്ളവർക്ക് സ്പേസ് ഒക്കെ വേണം. അപ്പൊ അതിനനുസരിച്ച് അവർക്കൊരു ബിൽഡിങ്ങിന്റെയോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിന്റെയോ ഒക്കെ ആവശ്യമുണ്ട്. അപ്പം അതിനൊരു ഭവനം വേണം. അവിടെ ദൈവത്തിന്റെ കൂടുതൽ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടാനും കഴിയും. അതിനെയാണ് ദൈവം ഒരു സ്ഥലത്തിന്റെ പേരിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലമായിട്ട് പറഞ്ഞ അതിനെ സ്വർഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ വിശുദ്ധ വാസസ്ഥലമായ, അതായത് ദൈവത്തിന്റെ വാസസ്ഥലം എഴുതിയിരിക്കുന്ന അവിടെ ദൈവത്തെ അതിനകത്ത് ഉൾക്കൊള്ളിക്കും അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളും എന്നുള്ള ഒരു അർത്ഥത്തിലല്ല. ദൈവത്തിന്റെ പൂർണ്ണമായിട്ടുള്ള കൂടുതൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുന്നത് അനുഭവം നമുക്ക് ഈ ഭവനത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അവിടെ നമ്മൾ ഉണ്ടാവണം. അവിടെ നമ്മളെ ചേർത്താണ് നമുക്ക് വേണ്ടിയിട്ടാണ് ആ ഭവനം പണിയുന്നത്. പക്ഷെ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും. അതാണ് ദൈവത്തിന്റെ ഭവനം. അവിടെ ദൈവവും നമ്മളും കൂടെ ചേരുന്ന ആ ഒരു ഭവനം ദൈവത്തിന് സൃഷ്ടിക്കണം, ദൈവത്തിന്റെ ഫെലോഷിപ്പിന് വേണ്ടിയിട്ട്. അത് വേറെ പല പല വാക്യങ്ങൾ കൂടെ നമ്മൾ വായിക്കുമ്പോൾ പറയുന്ന അതാണ്. അതിനായിട്ടാണ് ദൈവസഭ എന്നുള്ള സിസ്റ്റം തന്നെ ദൈവം ഒരുക്കിയിരിക്കുന്നത്. സഭയും ദൈവത്തിന്റെ ഭവനമാണ്. ഇതെല്ലാം ചെയ്യുന്ന ദൈവത്തിന്റെ ഭവനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബേസിക്കലി ദൈവത്തിന്റെ ഭവനമാണ് ആദ്യം ഒരുക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻസിൽ ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് നിൽക്കുന്നത് ദൈവത്തിന് തന്റെ ഭവനം പണിയേണ്ടതായിട്ടാണ്. അതുപോലെ മറ്റു പല വാക്യങ്ങൾ ഇതിനോട് ചേർന്നുള്ളതായിട്ടുണ്ട്. അത് 1 രാജാക്കന്മാർ 8:30. ഇനി ഒരു വാക്യം അതിനകത്ത് ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നത് റോമൻസിന്റെ പുസ്തകം റോമൻസ് 1:7. റോമൻസ് 1:7 ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. റോമൻസ് 1:7. അവിടെ വായിക്കുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. അവിടെ എഴുതിയിരിക്കുന്നത്, അവരിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മളെ ക്രിസ്തുവിൽ വിളിച്ചിരിക്കുന്നു എന്ന് എഫെസ്യ ലേഖനത്തിനകത്തുണ്ട്. അത് നമുക്കിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വായിക്കാം. അതിനകത്ത് ഇരിക്കുന്ന അവരിൽ
യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ടു. നമുക്കറിയാമല്ലോ, സ്വർഗത്തിലെ മുഖ്യ വ്യക്തി യേശുക്രിസ്തുവാണ്. പിതാവായ ദൈവം എല്ലാ അധികാരങ്ങളും കൊടുത്ത് സ്വർഗത്തിലെ പ്രഥമ വ്യക്തി എന്ന് പറഞ്ഞ യേശുക്രിസ്തുവാണ്. ഓക്കെ, അപ്പൊ എന്നാൽ യേശുക്രിസ്തു ഒറ്റയ്ക്ക് അവിടെ പറ്റത്തില്ല. അപ്പൊ യേശുക്രിസ്തുവിന്റെ കൂടെ നിൽക്കാനും യേശുക്രിസ്തുവിന്റെ കൂടെ കൂട്ടായ്മ ആചരിക്കാനും യേശുക്രിസ്തുവിന് വേണ്ടിയിട്ട്, യേശുക്രിസ്തുവിന്റെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട്, യേശുക്രിസ്തുവിന്റെ ഫ്രണ്ട്സിനെ, യേശുക്രിസ്തുവിനോട് വസിക്കേണ്ട സഹോദരന്മാരെ ദൈവം തെരഞ്ഞെടുത്ത് സെലക്ട് ചെയ്ത് കൊടുത്ത് അതിലാണ് നിങ്ങൾ പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭവനമായിട്ട് യേശുക്രിസ്തുവിനോട് ചേർന്ന് ഫോം ചെയ്യാൻ വേണ്ടി ദൈവിക ഉദ്ദേശത്തിൽ വന്ന ആൾക്കാരാണ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ ഒരു വാക്യം നിങ്ങളോട് വായിക്കാൻ ആഗ്രഹിക്കുന്നത് എഫെസ്യരുടെ പുസ്തകം അതിന്റെ ഒന്നാം അധ്യായം അതിന്റെ 3-ാം വാക്യം തൊട്ട് നമുക്ക് നോക്കാം. 4-ാം വാക്യം 1-ാം അധ്യായത്തിന്, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും, നമ്മെ തിരഞ്ഞെടുത്തതാണ് ദൈവം. എപ്പോഴ്? ലോകസ്ഥാപനത്തിന് മുമ്പ്. ലോകസ്ഥാപനത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ലോകവുമില്ല, ഒന്നും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. മീൻസ് ഈ ഗാലക്സി ഒക്കെ ഒന്നും ഉണ്ടായിട്ടില്ല. അതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ മനസ്സിൽ പല ഉദ്ദേശങ്ങളും ആശയങ്ങളും ഒക്കെ വന്നു. അതിനുശേഷമാണ് ദൈവം സൃഷ്ടിയുടെ പ്ലാനിങ് തുടങ്ങിയത്. എന്നാൽ ആ സൃഷ്ടിയുടെ പ്ലാനിങ് വന്നതിന് തന്നെ കാരണം ദൈവത്തിന് ഫെലോഷിപ്പിനായിട്ട് ആൾക്കാർ വേണം. ദൈവത്തിൻ്റെതായിട്ടുള്ള സ്വഭാവത്തിലുള്ള മനുഷ്യർ ദൈവം സൃഷ്ടിക്കാൻ പ്ലാൻ ഇട്ടപ്പോൾ തന്നെ ആരൊക്കെ ദൈവത്തിന്റെ ഭവനത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആലോചിച്ചപ്പോൾ ആ കൂട്ടത്തിൽ അതിൽ വന്നതാണ് നിങ്ങളും ഞാനും ഒക്കെ. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ എക്സിസ്റ്റൻസ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചപ്പോഴല്ല, എന്നാൽ അതിനൊക്കെ എത്രയോ മുമ്പ്, ലോക സൃഷ്ടിക്ക് മുമ്പ്, ഈ ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് ദൈവത്തിന്റെ മനസ്സിൽ നമ്മളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആക്ച്വൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ മനസ്സിലാണ്. ദൈവത്തിന്റെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ റിയൽ എക്സിസ്റ്റൻസ് തന്നെയാണ്. അപ്പം നമ്മളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലോകത്തെക്കാൾ നമ്മൾ പ്രായമുള്ളവരാണ്. അന്ന് മുമ്പ് തൊട്ടേ നമ്മൾ ദൈവത്തിന്റെ മനസ്സിലുള്ളവരാണ്. പിന്നെ നമ്മളെ സമയമായപ്പോൾ വേണ്ട മാതാപിതാക്കളിൽ കൂടെ നമ്മളെ ഭൂമിയിലേക്ക് അയച്ചു. ആ സമയമായപ്പോൾ അയച്ചു എന്നുള്ളതുകൊണ്ട്. പക്ഷെ നമ്മുടെ യഥാർത്ഥത്തിലുള്ള എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ മനസ്സിൽ നമ്മൾ വന്നപ്പോൾ മുതലാണ്. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന്റെ ഭവനത്തിൽ നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട്, ദൈവത്തിന്റെ ഭവനക്കാരായിട്ട് നമ്മളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി, യേശുക്രിസ്തുവിനായിട്ട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി. അതാണ് അവിടെ വായിക്കുന്നത്. എന്നിട്ട് അവിടെ ഇരിക്കുന്നത്, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത് എന്ന് പറഞ്ഞാൽ ആ വിളിക്കുമ്പോൾ നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്, ഉദ്ദേശമുണ്ട്. നമ്മൾ എന്താകണം? ദൈവത്തെ പോലെ വിശുദ്ധരും, ആ ഭവനത്തിലുള്ള ആൾക്കാർ ആ സ്വഭാവത്തിൽ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ പിതാവായ ദൈവമാണ് നമ്മളെ വേണമെന്ന് തീരുമാനിച്ചതെങ്കിലും കർത്താവ് യേശുക്രിസ്തുവുമായിട്ടുള്ള മ്യൂച്വൽ ഡിസ്കഷനിലാണ് നമ്മളെ തിരഞ്ഞെടുക്കാനിടയായത്. അപ്പം അതായത് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ ദൈവത്തിന്റെ കൂടെ സ്വർഗത്തിൽ വേണമെന്നുള്ളത് തീരുമാനിച്ചത് പിതാവും പുത്രനും കൂടെ ഐക്യകണ്ഠേനയാണ്. അല്ലാതെ ഒരു കോൺഫ്ലിക്റ്റും ആ കാര്യത്തിനില്ല. ഒരു തെറ്റ് പറ്റിയതൊന്നുമല്ല നമ്മൾ സ്വർഗത്തിൽ വരാനായിട്ടുള്ള കാരണം. അങ്ങനെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. എന്നാൽ ഒരു കാര്യം കൂടെ ഓർക്കണം, നമ്മൾ മാത്രമല്ല, ലോകത്തിലുള്ള ഏത് മനുഷ്യർക്കും സ്വർഗത്തിൽ വരാനും സ്വർഗീയ പദ്ധതിയിൽ, ദൈവീയ പദ്ധതിയിൽ വരാനുള്ള കാര്യം പുതിയ നിയമം അനുസരിച്ച് പുതിയ നിയമത്തിൽ കർത്താവ് യേശുക്രിസ്തു കൊടുത്തിട്ടുണ്ട്. അതാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? തീത്തോസിന്റെ ലേഖനത്തിലൊക്കെ ആ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. രക്ഷയ്ക്കായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരെയും, ആർക്ക് വേണമെങ്കിലും കർത്താവ് പുത്രനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവരാജ്യത്തിന് അവകാശികളാകുവാനായിട്ടുള്ള പദ്ധതികൾ ദൈവം ഓൾറെഡി അതിനായിട്ട് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. തീത്തോസിന്റെ ലേഖനത്തിൽ അത് നമ്മൾ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും, പക്ഷേ ആർക്ക് വേണമെങ്കിലും നിത്യതയിൽ പ്രവേശിക്കാം, സ്വർഗീയ പദ്ധതിയിൽ പ്രവേശിക്കാം. പക്ഷെ അത് ദൈവിക പദ്ധതിക്ക് അനുസരിച്ച് തന്റെ ഏകജാതന്റെ പുത്രനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമേലാകാനുള്ള, ദൈവപുത്രനാകാനുള്ള അവകാശം ദൈവം കൊടുക്കും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു ഭവനം പണിയണം. അതിന്റെ രണ്ടാമത്തെ ദൈവിക പദ്ധതിയുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സ്റ്റഡി ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്കൊരു വാക്യം വായിക്കാം. അതിനായിട്ട് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ഓക്കെ, അതിനെഴുതിയിരിക്കുന്നത്,
1-2 വാക്യം. അക്കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. അതായത് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചതാണ്. അത് ഇരിക്കുന്നത് എന്ത്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. ഇത് കർത്താവ് യേശുക്രിസ്തു പ്രസംഗിച്ചിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ 2 ഇവിടെ വായിച്ചത്. 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം തന്നെ 4-ാം അധ്യായം 17-ാം വാക്യം. അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അപ്പം ഇതിൽ നിന്ന് രണ്ടാമത്തെ ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്, ആദ്യത്തേത് സ്വർഗമായിരുന്നെങ്കിൽ രണ്ടാമത്തേത് സ്വർഗരാജ്യമാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, സ്വർഗം എന്ന് പറയുന്നത് സ്വർഗരാജ്യം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. എന്നാൽ സിസ്റ്റം എല്ലായിടത്തും ഒരു നിയമമാണ്. സ്വർഗത്തിലും സ്വർഗരാജ്യത്തിലും ഒക്കെ നിയമങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. എന്നാൽ എക്സാക്ട്ലി സ്വർഗമല്ല സ്വർഗരാജ്യം. അതിന്റെ നിയമങ്ങളൊക്കെ അങ്ങനെയാണ്. കാരണം ഒരു രാജ്യത്തിന്റെ നിയമങ്ങൾ തന്നെയാണല്ലോ രാജ്യത്തിന്റെ ഭരണകർത്താക്കളുടെയും നിയമങ്ങൾ. അതുകൊണ്ട് അത് രണ്ടും ഒന്നാണെന്നുള്ളൂ. പക്ഷെ സ്വർഗം എന്ന് പറയുന്ന വ്യവസ്ഥയും സ്വർഗരാജ്യം എന്ന് പറയുന്ന വ്യവസ്ഥ രണ്ട് സിസ്റ്റത്തിലാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗത്താൽ നടത്തപ്പെടുന്ന അല്ലെങ്കിൽ ഭരണം നടത്തുന്ന രാജ്യമാണ് സ്വർഗരാജ്യം. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ രണ്ട് മാസ്റ്റർ പ്ലാൻസ്. ഒന്ന് സ്വർഗവും ആ സ്വർഗത്താൽ നടത്തപ്പെടുന്ന സ്വർഗീയ നിയമങ്ങൾക്കനുസരിച്ച് നടത്തപ്പെടുന്ന ഒരു സ്വർഗരാജ്യവും സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്വർഗത്തിലുള്ള നിവാസികൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭവനക്കാർ എന്ന് പറയുന്നവരായിരിക്കും ഈ സ്വർഗരാജ്യത്തിന്റെ അധികാരികൾ. സ്വർഗരാജ്യം സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെ നടത്തിക്കൊണ്ട് പോകുന്നവർ, ദൈവത്തോട് ചേർന്ന് സ്വർഗരാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന, നടത്തിക്കൊണ്ട് പോകുന്ന, നിത്യത മുഴുവൻ ഭരിക്കുന്ന ആ ഭവനക്കാരെന്ന് പറയുന്ന അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ബോഡി എന്ന് പറയുന്നവരാണ് ദൈവത്തിന്റെ ഭവനക്കാർ. അത് സ്വർഗരാജ്യത്തിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ദൈവത്തിന്റെ രണ്ടാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് സ്വർഗരാജ്യം. ഓക്കെ, ദൈവത്തിന്റെ ഈ രണ്ട് പദ്ധതികളാണ് ദൈവത്തിന്റെ മെയിനായിട്ടുള്ള പദ്ധതികൾ എന്ന് പറയുന്നത് സ്വർഗം, സ്വർഗരാജ്യം. ഓക്കെ, ഈ ഒരു പ്രിൻസിപ്പിളിലാണ്, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ദൈവം എൻ്റയർ പ്ലാൻ, അതായത് ആദ്യത്തെ സൃഷ്ടി മുതലുള്ള കാര്യങ്ങളിൽ ചെയ്തത്. ഇതെല്ലാം നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ആ സ്വർഗത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി നമ്മൾ മനുഷ്യരെ ഒരുക്കുകയും നമ്മൾ സ്വയം ഒരുങ്ങുകയും ചെയ്യുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങൾ, സ്വർഗീയ നിയമങ്ങളെക്കുറിച്ച്, സ്വർഗത്തിന്റെ രീതികളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഇനിയുള്ള ബൈബിൾ സ്റ്റഡികളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്നുള്ള ഇന്ന് ഞാനിവിടെ ഈ ബൈബിൾ സ്റ്റഡി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള ഈ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും സ്വർഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിന്റെ ചില നിയമവശങ്ങളും ഒക്കെ നമ്മൾ അടുത്ത ദിവസത്തെ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, ദേശമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ബൈബിൾ സ്റ്റഡി പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ബൈബിൾ സ്റ്റഡി സ്ഥിരമായിട്ട് കേൾക്കുകയും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ നിന്ന് സംശയങ്ങൾ എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, ദൈവം നിങ്ങൾ എല്ലാവരും ഇന്നത്തെ തിരുവചനത്താൽ അനുഗ്രഹിക്കട്ടെ.